ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായില്ല കേട്ടോ. ഇത് വീട്ടിൽ നിന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ എണീറ്റു നിമോഷം എൻ്റെ കൂടെ തന്നെ എണീറ്റു. ഞാൻ എണീറ്റ് വരുമ്പോഴേക്ക് അച്ഛൻ വിളക്ക് കത്തിച്ച് നേരത്തെ വിളക്ക് കത്തിച്ചെന്ന് തോന്നുന്നു. പിന്നെ അമ്മ കറിക്ക് കൂട്ടാൻ കഷ്ണം മുറിക്കുന്നുണ്ടായി. പിന്നെ ഞാൻ വേഗം പോയിട്ട് പല്ലെല്ലാം തേച്ചു. ഈടെ വന്ന അമ്മ എല്ലാം വേഗം ചെയ്യും കേട്ടോ. പിന്നെ കാലിനൊക്കെ ഞാൻ എണീക്കുമ്പോൾ കാത്തിക്കുന്നില്ല. അപ്പോൾ ഇന്ന് കൂട്ടുകറി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിനി. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ചേനയും കായും കൊണ്ടുവന്നിട്ടുണ്ടായിനി. അപ്പോൾ അമ്മ അതിനെ കൊണ്ട് കൂട്ടുകറി വെക്കാൻ കൂട്ടുകറീൻ്റെ കഷ്ണമെല്ലാം മുറിച്ച് വെച്ചു. ഞാൻ പിന്നെ എണീച്ചിട്ട് വന്നിട്ട് ദോശ ചുട്ടില്ലെങ്കിൽ ഇതും അമ്മ ചുടുന്നതാണ്. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് മെല്ലെ എണീക്കാനാവില്ല, അപ്പം ഞാൻ എണീക്കുമ്പോഴേക്ക് എല്ലാ പണിയും ചെയ്ത് തീർക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ദോശ അമ്മ ചുട്ടിയില്ല. പിന്നെ ഞാൻ ദോശ ചുട്ടു. പിന്നെ സാമ്പാറുണ്ടായിനി. അപ്പോൾ ദോശയും സാമ്പാറെല്ലാം നമ്മൾ കഴിക്കുന്നത് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ ദോശയും സാമ്പാറെല്ലാം. അങ്ങനെ നമ്മൾ വർത്താനെല്ലാം പറഞ്ഞ് ദോശ കഴിച്ചു. നിമോഷും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ദോശയെല്ലാം കൊടുക്കുന്നുണ്ടായിനി. പിന്നെ അച്ഛൻ പിന്നെ കുറച്ച് ലേറ്റ് ആയിനി ചായ കുടിക്കാൻ കേട്ടോ. പിന്നെ നിമോഷ് കുറച്ച് നേരം ഊഞ്ഞാലാടി പോർച്ചിലൊരു ഊഞ്ഞാൽ ഇട്ടിട്ടുണ്ടായിനി. പിന്നെ അമ്മ കൂട്ടുകറിക്ക് വേണ്ട തേങ്ങയെല്ലാം കേട്ടോ അത് എടുത്ത് വെക്കുന്ന തേങ്ങ ജീരകം അരച്ചിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകറിയുടെ കഷ്ണമെല്ലാം വേവിച്ചിട്ടുണ്ടായിനി. പിന്നെ കൂട്ടുകറിയിൽ കുറച്ച് തേങ്ങയും ജീരകമെല്ലാം വറുത്തോളും കേട്ടോ. അങ്ങനെ കൂട്ടുകറി റെഡിയായി. പിന്നെ ഞാൻ വിചാരിച്ചു മത്തിക്കറി ഞാൻ വെക്കാമെന്ന്. അങ്ങനെ മത്തിക്കറി ഇന്ന് ഞാനാ വെച്ചിനി. പിന്നെ അതിൽ 2-3 അയിലേൻ്റെ തലയുണ്ട് കേട്ടോ. അത് നമ്മളെ റാണി കൊടുക്കാനാണ് നായ്ക്ക്. വേറെ പൂങ്ങളൊന്നല്ല, ഒക്കെ നമ്മളെ കറിൻ്റെ തന്നെ ഇട്ട് കൊടുക്കലാണ്. പിന്നെ കുക്കർ കഴുകാനുണ്ടായിന്. ആ കുക്കർ കഴുകി അത് അമ്മേനെ കൈക്ക് ചെറിയൊരു സർജറി ആയതുകൊണ്ട് നമുക്ക് വെയിറ്റ് എടുക്കാനാവില്ല. അതുകൊണ്ട് ആ കുക്കറിൽ ഞാൻ കഴുകിയിട്ടുണ്ടായിന്. പിന്നെ അത് വെയിലിൽ കൊണ്ടുപോയിട്ട് ഉണക്കിയിട്ടാണ്. പിന്നെ മീൻകറിയിലായ ശേഷം നമ്മൾ ചോറുണ്ട് കേട്ടോ. ഇത് അമ്മക്ക് ചോറ് വാർക്കാനാവുന്നുണ്ടായില്ല. പക്ഷെ അമ്മ എന്നിട്ട് ചോറെല്ലാം വറുത്തു. പിന്നെ അലക്കാൻ ഇട്ടിട്ടുണ്ടായിനി. അമ്മ പാത്രം കഴുകിയത് ഉണക്കാൻ വെച്ചു. പിന്നെ നമ്മൾ ഉച്ചക്ക് ചോറുണ്ട് കേട്ടോ. സാമ്പാറും കൂട്ടുകറിയും മീൻ പൊരിച്ചെല്ലാം കൂട്ടിയിട്ട്. ഇത് വൈഫൈൻ്റെ ആൾ വന്നിട്ടുണ്ടായിന്. ഇവിടെ വൈഫൈ നെറ്റ് കിട്ടുന്നേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ കേരള വിഷൻ്റെ ഒരു വൈഫൈ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അവർ വന്ന് വൈഫൈ ആക്കി. പിന്നെ ഞാൻ അടിച്ചെല്ലാം വാരി. അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ചോറുണ്ടു കേട്ടോ. കൂട്ടുകറിയും സാമ്പാറും മീൻകറിയും മീൻ പൊരിച്ചെല്ലാം കൂട്ടിയിട്ട് ചോറുണ്ടു. പിന്നെ കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് കിടന്നു. അപ്പോഴേക്ക് അച്ഛൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിന്. നങ്കും പുതിയാപ്പിളയും. അച്ഛൻ തന്നെ അതെല്ലാം മുറിച്ചു കേട്ടോ. നമുക്ക് കൈക്ക് ഇതില്ല, അതുകൊണ്ട് നമുക്ക് മീൻ മുറിക്കാനാവില്ല. അപ്പോൾ അച്ഛൻ തന്നെ ആ മീൻ മുറിച്ചിട്ടുണ്ടായിന്. പിന്നെ വരുമ്പം ഉഴുന്നുവടയും കൊണ്ടുവന്നിന്. ഉഴുന്നുവടയും ചട്നിയും. അപ്പോൾ ഇന്ന് ചായക്ക് ഉഴുന്നുവടയും ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഞാനും കുളിച്ചു തുണിയെല്ലാം മുകളിൽ കൊണ്ട് ആറിയിട്ടു. പിന്നെ സന്ധ്യക്ക് വിളക്ക് കത്തിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ. ബൈ ബൈ.